ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ചായക്കപ്പെല്ലാം കൂട്ടാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, അതിലേക്ക് 5-6 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. അതൊന്ന് ഞാൻ പാനിലിട്ട് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കാനായിട്ട് ഒരു കടായിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളില്ലെങ്കിൽ കരിഞ്ജീരകമായാലും മതി. ഇനി അതൊക്കെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരിപ്പൊടി 1 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് അതൊരു മാവ് പരുവത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇത്രമായതിനു ശേഷം ഒരു കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടി ഊതിക്കൊടുത്ത് അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് പരത്തിയെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കണം. ഇതൊന്ന് റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും തിന്നായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും
എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.